നിങ്ങളുടെ ഇലക്ട്രിക് ബൈക്കിൻ്റെ മൈലേജ് കുറഞ്ഞോ? ഞങ്ങൾ ഇടയ്ക്ക് തരാം, അതും വാറണ്ടിയോട് കൂടി. ഇനി നമ്മൾ പറഞ്ഞ മൈലേജ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫണ്ട് റീഫണ്ട് ചെയ്ത് തരും. നമുക്ക് ഇൻവെർട്ടർ ബാറ്ററിയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 170 രൂപ മുതലാണ്. പത്ത് കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിയാണ് ഇത്. നമ്മളിപ്പോൾ ഒരു ഗ്യാരണ്ടി പറയുന്നത് 65 കിലോമീറ്റർ മൈലേജ് 10 കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് 65 ആക്കി കൊടുക്കാൻ പറ്റും. റീസെറ്റ് ചെയ്ത് ഫുള്ള് പുതിയ ബാറ്ററി എങ്ങനെ ചെയ്യണേ അതേപോലെ തന്നെ സെപ്പറേറ്റ് ചാർജ് ചെയ്ത് റീസെറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ EV ചാർജർ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ 48, 60, 72. ഇത് നമ്മുടെ ഇൻബിൽറ്റ് ഇൻവെർട്ടറും ബാറ്ററിയും കൂടി ഇൻബിൽറ്റ് വരുന്ന ടൈപ്പ് ഒരു ഇൻവെർട്ടറാണ്. നമുക്കൊരു 800 ലോഡ് ചെയ്യാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഒരു ഇലക്ട്രിക് യുഗമാണ്, അതായത് ബാറ്ററി യുഗമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ ഒരുപാട് നമ്മളെ നിരത്തുകളിലുണ്ട്. എന്നാൽ മുമ്പ് ഇറങ്ങിയ പല വാഹനങ്ങളുടെയും മൈലേജ് കുറഞ്ഞു, ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, ബാറ്ററി മാറ്റുമ്പോൾ വണ്ടിയുടെ തന്നെ ക്യാഷ് ആകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പരാതികൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ദൂരം തിരുവനന്തപുരത്ത് നിന്ന് സഞ്ചരിച്ച് ഇവിടെ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുള്ളത്. കോമാഗിര വണ്ടി 72 വോൾട്ട് ഒരു 130 കിലോമീറ്റർ കിട്ടുന്ന മൈലേജ് വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഒരു 3 കൊല്ലം കഴിയുമ്പോൾ ആ വണ്ടി സ്വാഭാവികമായിട്ട് ഒരു 20 കിലോമീറ്റർ 25 കിലോമീറ്ററൊക്കെ മൈലേജ് കുറയുകയാണെങ്കിൽ നമുക്ക് സർവീസിലൂടെ തന്നെ കളയാതെ തന്നെ പഴയ മൈലേജ് ഇപ്പോൾ 130 മൈലേജ് കിട്ടിയിരുന്ന വണ്ടി 130 ഇല്ലെങ്കിലും ഒരു 85-90 നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ മൈലേജ് കുറഞ്ഞ പഴക്കം ചെല്ലുന്തോറും മൈലേജ് കുറയും സ്വാഭാവികമായിട്ട്. അതിനെ നമ്മളിപ്പോൾ പഴയ മൈലേജിലേക്ക് മാറ്റി കൊടുക്കും. പഴയത് 130 കിട്ടിയിരുന്നെങ്കിൽ 130 ഇല്ലെങ്കിലും ഒരു 90-ലേക്കൊക്കെ മാറ്റാൻ പറ്റും. അതായത് ബാറ്ററി മാറ്റേണ്ടി വരില്ല. വേണ്ട, ഒരു മാസം വാറണ്ടി ഉണ്ടാവും. നമുക്കിപ്പോൾ എന്തൊക്കെ മാറിയാലും അതിൻ്റെ ഒരു പാക്കേജ് ആയിട്ട് 8000 രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കണം. 8000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 72 ഒക്കെ വരുമ്പോൾ കിലോമീറ്റർ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കമ്പനി ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് പറയാമോ? നമ്മൾ കൊടുങ്ങല്ലൂരാണ്. വെല്ലാൻഡ് നമ്മൾ ലെഡ് ആസിഡ് മാനുഫാക്ചറിങ് ആയിരുന്നു, ഇപ്പോൾ ലിഥിയം കൂടി ചെയ്യുന്നുണ്ട്. മെയിൻ്റനൻസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പൊടിയം ബസാറിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് കൊടുങ്ങല്ലൂർ വരികയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ഒരു 900 മീറ്റർ മാക്സിമം ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും വെല്ലാൻഡ്. ഓക്കെ, നമ്മൾ എത്ര വർഷമായി കമ്പനി ഇവിടെ ഉണ്ട്? നമ്മളിപ്പോൾ ഇവിടെ 6 വർഷമായി. 6 വർഷമായി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ബാറ്ററി അങ്ങനെ വരുമ്പോൾ ഈ കമ്പനി ബാറ്ററികളുണ്ട്. സെയിം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കൂടി ബാറ്ററിയൊക്കെ ആകുമ്പോൾ ആൾക്കാർ ഒരുപാട് നെഗറ്റീവ്സ് പറയാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഇന്നോവേഷൻ തുടങ്ങിക്കഴിഞ്ഞാലും നെഗറ്റീവ് പറയാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ്. കാര്യം എന്താണെന്നോ അവർ ഉപയോഗിച്ച് നോക്കില്ല. ഞാൻ ഇവിടുത്തെ ബാറ്ററി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ ക്വാളിറ്റി എന്താണ്, ഇത് മറ്റുള്ള ബാറ്ററി ആയിട്ട് എന്താണ്, ഇതൊന്നും എനിക്കറിയാം. പക്ഷെ മറ്റുള്ളവർ ഉപയോഗിക്കാതെ ഒരുപാട് പേര് ഇതിനെ നെഗറ്റീവ് പറയുന്നുണ്ട്. എന്നാൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ കണ്ടിന്യൂസ് ഇതിന്റെ കസ്റ്റമേഴ്സുമാണ്, അതും എനിക്കറിയാം. അതുപോലെ ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. അവരെല്ലാം നല്ല കമന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മറ്റുള്ള ബാറ്ററിയായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല, അതിനേക്കാൾ കൂടുതൽ നിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമ്മളിത് 6 വർഷം കൊണ്ടുള്ളതാണ്. നമ്മൾ ബാറ്ററിക്ക് എത്ര വർഷത്തോളം വാറന്റി കൊടുക്കുന്നുണ്ട്? നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ 3 വർഷം, 2 വർഷം പെയ്ഡ് സർവീസും 1 ഇയർ 2 വർഷം ഫ്രീ സർവീസും 1 ഇയർ പെയ്ഡ് സർവീസും കൊടുക്കുന്നത്. അതായത് ഇലക്ട്രിക് ബാറ്ററികൾ നമ്മൾ സർവീസ് മാത്രമല്ല, നമ്മൾ പുതിയ ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ റെഡി ആക്കി കൊടുക്കുകയാണ് ചെയ്യുക. റീപ്ലേസ്മെന്റ് പറഞ്ഞാൽ നമുക്കില്ല. 2 വർഷം ഫ്രീ സർവീസ്, അതായത് എന്തുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. പ്ലസ് 1 ഇയർ പെയ്ഡ് സർവീസ്, അതായത് എന്തൊക്കെ മെറ്റീരിയൽ പോയിന്റോ അതിന്റെ എമൗണ്ട് മാത്രം സർവീസ് ഫ്രീ ആയിരിക്കും 3 വർഷം ചെയ്ത് കൊടുക്കുക. നമുക്ക് ഡെലിവറി ഉള്ളതാണോ കേരള? ലിഥിയം ബാറ്ററി പ്രോഡക്റ്റിന് ഡെലിവറി ഉണ്ട്. കേരളത്തിൽ എവിടെ വേണം നമുക്ക് ഡെലിവറി? ഡെലിവറി ഇല്ല, പെയ്ഡ് ഡെലിവറി മാത്രം. പെയ്ഡ് ഡെലിവറിയാണ്. അതിപ്പോൾ കേരളത്തിൽ എവിടെ ഇരുന്ന് വിളിച്ചു കഴിഞ്ഞാലും ചെയ്യാം. നമ്മളെ വീഡിയോ കഴിഞ്ഞൊരു വീഡിയോ വന്നപ്പോഴത്തേക്ക് ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡീലർഷിപ്പ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഡീലർഷിപ്പിനെ കുറിച്ച് ഒന്ന് പറയാമോ? കൊടുക്കുന്നു. ഡീലർഷിപ്പ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ അവരുടെ മറ്റുള്ള ബ്രാൻഡിൽ വേണമെങ്കിൽ ബ്രാൻഡിൽ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ കുഴപ്പമില്ല. അതായത് നമ്മളിവിടെ ഓൺ മാനുഫാക്ചറിങ് ആണ്. ഈ ബാറ്ററീസ് എല്ലാം നമ്മളിവിടെ ഓൺ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ വേറൊരാളുടെ ബ്രാൻഡിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? നമ്മളിപ്പോൾ റെഡിയിൽ ചെയ്ത് വെക്കല്ല. ഇപ്പോൾ കസ്റ്റമർ വരികയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. 1 മണിക്കൂർ മതി. നമുക്ക് ഇൻവെർട്ടർ ബാറ്ററിയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 170 രൂപ മുതലാണ് പെർ AH. 170 രൂപയ്ക്ക് ഇൻവെർട്ടർ ബാറ്ററി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. AH 170 രൂപ മുതൽ ഏകദേശം 100 AH വരുമ്പോൾ 17000 രൂപ വരും കസ്റ്റമർ റേറ്റ്. ഇനിയിപ്പോൾ ഡീലർഷിപ്പ് ആയിട്ട് എടുക്കാൻ ആൾക്കാരൊക്കെ അതിൻ്റെ താഴെ റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വോളിയം ചെയ്യുമ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പറയാമല്ലോ. എടുക്കാം. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററി ചെയ്യുന്നുണ്ട്, ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ചെയ്യുന്നുണ്ട്. ഇൻവെർട്ടറിൻ്റെ ബാറ്ററി നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഏകദേശം ഒരു 17,000 രൂപയ്ക്ക് ഇപ്പോൾ കസ്റ്റമർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റേറ്റ് നമ്മൾ ലേശം യുദ്ധത്തിൻ്റെ ഒക്കെ മെറ്റീരിയലിന് ഷോർട്ട് വന്നതിൻ്റെ പേരിൽ കുറച്ച് കൂട്ടേണ്ടി വന്നിട്ടുണ്ട്.
എന്നാലും ഒരു 100 എച്ചിൻ്റെ ലിഥിയം ഇൻവെർട്ടർ ബാറ്ററി നമ്മൾ കൊടുക്കുന്നത് 17,000 രൂപയ്ക്കാണ് കസ്റ്റമർ കൊടുക്കുന്നത്. ഓക്കെ, ഇത് പുറത്ത് നമുക്ക് വരുമ്പോൾ എത്ര പ്രൈസ് വരാറ്? പുറത്ത് വരുമ്പോൾ 18-20 ആ റേഞ്ച് വരും. ആ റേഞ്ച് വരും. ഇപ്പം ആ റേഞ്ച് വരും എന്തായാലും. 5 വർഷം വാറണ്ടി, റീപ്ലേസ് അല്ല സർവീസ് വാറണ്ടി കൊടുക്കണത്. ഓക്കെ. ഇൻവെർട്ടർ ബാറ്ററി യൂസ് ചെയ്യണത് ഹൈ സ്റ്റാറിൻ്റെ സെല്ലാണ് യൂസ് ചെയ്യണത്. ഹൈ സ്റ്റാർ. പിന്നെ ഇലക്ട്രിക് സ്കൂട്ടറിൽ നമ്മളിപ്പോൾ 18,000 അയൺ സെല്ലിന് NMCയും ചെയ്യുന്നുണ്ട്, LFPയും ചെയ്യുന്നുണ്ട്. ഈ ടൈപ്പ് മോഡൽ സെല്ലുകളാണ് ചെയ്യണത്. ഓക്കെ. അതിപ്പോൾ കുറഞ്ഞ നമ്മളിപ്പോൾ കൂടിയതിന് കസ്റ്റമർക്ക് ചൂസ് ചെയ്യുന്നത്, കുറഞ്ഞത് ചെയ്യുമ്പോൾ വേഗം കംപ്ലൈൻറ്റും വരുന്നുണ്ട്, പേരും പോകും നമ്മളുടെ. അതെ അതെ. അപ്പോൾ നമ്മൾ മാക്സിമം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ ബാറ്ററീസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇതൊക്കെ സർവീസിന് വന്ന ബാറ്ററികളാണ്, കിലോമീറ്റർ കുറഞ്ഞിട്ട് സർവീസിന് വന്നതാണ്. ഇതിപ്പോൾ നാളത്തേക്ക് ഇപ്പോൾ ഇന്നത്തേക്ക് ബാലൻസിനുള്ള സെല്ലുകളാണ് അതൊക്കെ. ഓക്കെ. ഈ സെൽ ബാലൻസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഒരു 10 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിയാണ്. ഇത് നമ്മളിപ്പോൾ ഒരു ഗ്യാരണ്ടി വന്നിരിക്കുന്നത് 65 കിലോമീറ്റർ മൈലേജ്. 10 കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിന് 65 ആക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ. അതിപ്പോൾ ചേട്ടാ ഇപ്പോൾ കേരളത്തിൽ എവിടെ ഇരുന്ന് വേണോ ആൾക്കാർക്ക് ഇവിടെ എല്ലാം റീസെറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അതായത് ഒരു ബാലൻസ് ഇട്ടിട്ട് കൊടുക്കണമല്ല, റീസെറ്റ് ചെയ്ത് ഫുള്ള് പുതിയ ബാറ്ററി എങ്ങനെ ചെയ്യണേ അതേപോലെ തന്നെ സെപ്പറേറ്റ് ചാർജ് ചെയ്ത് റീസെറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നത്. ഇത് ഇപ്പോൾ കേരളത്തിൽ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് APSലോ അതിൽ കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തി വിത്തിൻ 4 ഡേയ്സിൽ റിട്ടേൺ കൊടുക്കാൻ പറ്റും, ചെയ്ത് കൊടുക്കാൻ പറ്റും. ചില ബാറ്ററികൾ കുറച്ച് വള്ളികളാണെങ്കിൽ കുറച്ച് വേഗം കഴിയും. കുറച്ച് പണിയുള്ള ബാറ്ററികളാണ് സമയം കൂടുതൽ, എന്നാലും നമ്മൾ ചെയ്തു കൊടുക്കും. അതെ അതെ, എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സെല്ലാണെങ്കിൽ, ഈ സെറ്റാണെങ്കിൽ ഇതിനകത്ത് ബാലൻസിങ് കറക്റ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ ഇതിനകത്ത് 3.2 ആയിരിക്കും, ഇതിനകത്ത് 2.8 ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബാറ്ററി കിലോമീറ്റർ കുറയാനും BMS ഓഫ് ആവാനുള്ള ചാൻസ് ഇതിനകത്തുണ്ട്. അതിനെ നമ്മൾ ഇവിടെ ബാലൻസ് ചെയ്ത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ അത് ആ ഒരു ഇത് കാണും. പക്ഷേ കിലോമീറ്റർ കുറവാതുകൊണ്ടല്ല, സെല്ലുകൾ വീക്കായതിൻ്റെ പേരിലും കിലോമീറ്റർ കുറവാണത്. ഈ സെല്ല് വീക്കാകുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ സെല്ല് മാറ്റേണ്ടി വരും അല്ലേ? അത് ബാലൻസ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. നമ്മൾ ലോഡ് ചെയ്ത് നല്ലത് നോക്കിയിട്ട് സെല്ല് യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സെല്ല് തന്നെ അത് ഇട്ട് കൊടുക്കും. അതിലിപ്പോൾ സ്പെഷ്യൽ പ്രൈസിൽ ഇൻക്ലൂഡിങ് ചാർജ് ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഈ സെല്ലുകൾ. ഈ സെല്ലുകൾ റീയൂസബിൾ സെല്ലുകളാണ് അതൊക്കെ. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യുന്ന UPSൻ്റെ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ UPSന് ഉപയോഗിക്കുന്ന ബാറ്ററികളാണ് ലിഥിയം. ഓക്കെ. അതാണ് ചെയ്യുന്നത് നമ്മളിത്. അതും ചെയ്ത് കൊടുക്കും. അത് ചെയ്യുന്നുണ്ട്. നമ്മൾ 900 രൂപ അറേഞ്ച് വരുന്നത്. അത് 1 ഇയർ ഗ്യാരണ്ടിയിലാണ്. 5 വർഷം ആകുമ്പോൾ അതിൻ്റെ ഒരു 1,800 രൂപയ്ക്കാണ് 5 വർഷത്തിൻ്റെ ചെയ്ത് കൊടുക്കുന്നത്. 5 വർഷം? 5 വർഷം വേണ്ടേ UPSൻ്റെ? 1 ഇയറാകുമ്പോൾ 900 രൂപ, 5 വർഷം ആകുമ്പോൾ 1,800 രൂപ. 1,800 രൂപ. പിന്നെ ചെറിയ ബാറ്ററികൾ നമ്മളിപ്പോൾ ഒരു 30 എച്ചിൻ്റെ ഒക്കെ ലിഥിയം ഇൻവെർട്ടർ ബാറ്ററി നമ്മളുണ്ട്. ഇപ്പോൾ ഇത് ചെയ്തില്ല, കേസ് മാത്രമേ ഉള്ളൂ. ഇൻവെർട്ടറിൻ്റെ ബാറ്ററി അതൊരു വർഷത്തെ ഗ്യാരണ്ടി നമുക്കൊരു 4,000 രൂപ അറേഞ്ച് വരുള്ളൂ. 4,000 രൂപയ്ക്ക് ഒരു വർഷം വാറന്റിയോട് കൂടി ചെയ്ത് 30 എച്ച്. അത് ഏകദേശം 60 എച്ചിൻ്റെ ബാറ്ററിയുടെ ബാക്കപ്പ് ഉണ്ടാവും. പിന്നെ വലിയ ഇൻവെർട്ടർ ബാറ്ററികളും ചെയ്യുന്നുണ്ടോ? ഒരു 100 എച്ചിൻ്റെ ഇൻവെർട്ടർ ബാറ്ററിയാണത്. 100 എച്ചിൻ്റെ അല്ലേ? ഇത് നമുക്ക് കസ്റ്റമർക്ക് ഒരു 17,000 രൂപയ്ക്ക് കസ്റ്റമർ കൊടുക്കാം. 5 വർഷം വാറണ്ടി. 5 വർഷം വാറന്റിയോട് കൂടി 17,000 രൂപ. റീപ്ലേസ്മെന്റ് വാറണ്ടിയല്ല, സർവീസ് വാറണ്ടിയാണ്. ഇത് നമുക്ക് പുറത്ത് 100 എച്ചിൻ്റെ വരുമ്പോൾ എത്ര വരും പ്രൈസ്? 19 രൂപ 20 രൂപ അറേഞ്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അത് വരും അല്ലേ? അപ്പോൾ വാറണ്ടി ഒക്കെ സെയിം തന്നെ വരുന്നത്. സെയിം വാറണ്ടിയാണ് നമ്മൾ ഈ പറയുന്നതെങ്കിലും ഉപയോഗിക്കുന്ന സെല്ലുകളെല്ലാം എല്ലാവരും ഒരേ സെല്ല് തന്നെയാണ്. എല്ലാം ചൈനയിൽ നിന്ന് വരുന്നതാണ്. അവിടെ നിന്ന് വരുന്നതാണ്. അസംബ്ലി മാത്രം പഠിച്ചിരുന്നുള്ളൂ. ഓക്കെ. പലരും അസംബിൾ ചെയ്തിട്ട് ബ്രാൻഡിന്റെ പേരിൽ മാത്രം വില കൂട്ടുന്നു എന്നുള്ളതാണ് അല്ലേ? അതെ അതെ. അത് കൂടാതെ നമ്മൾ EV ചാർജർ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ 48, 60, 72 നമ്മൾ അസംബിൾ ചെയ്താണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഷോർട്ടാണെങ്കിലും പിന്നീട് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും. അതായത് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ചാർജർ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് 48 സാധാ ബാറ്ററിയുടെ ആണെങ്കിൽ നമുക്കൊരു 950 റേഞ്ചിൽ കൊടുക്കാം. ലെഡ് ആസിഡ് ലിഥിയം ആണെങ്കിൽ ഒരു 1,700 രൂപയ്ക്ക് കൊടുക്കാം. 1,700 രൂപയ്ക്ക് കൊടുക്കാം. വാറണ്ടി വരുന്നതാണോ അത്? വാറണ്ടി 1 വർഷം ഉണ്ടാവും. 1 വർഷം വാറണ്ടി ഉണ്ടാവും. 72 നമുക്ക് 2,100 കൊടുക്കാം. കടയിൽ നമുക്ക് മേടിക്കാൻ എന്തായാലും 4,000 രൂപ 3,000 റേറ്റ് ഉണ്ട്. ആ റേറ്റ് ഉണ്ട്. അതിന് പാതി ആവുന്നുള്ളൂ നമ്മൾ. 1 വർഷം ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ. 1 വർഷം വാറന്റിയോട് കൂടി കൊടുക്കാം. ഇതിപ്പോൾ ഒരു സർവീസിന് എന്ന് പറഞ്ഞ ബാറ്ററിയാണ്. ഇതിന് അവർ കസ്റ്റമർക്ക് ഏകദേശം ഒരു 18 കിലോമീറ്റർ മൈലേജ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ട് കസ്റ്റമറോട് പറഞ്ഞേക്കണത് 70 കിലോമീറ്റർ മൈലേജാണ് ബാക്കപ്പ്. 70 കിലോമീറ്റർ ആക്കി കൊടുക്കാമെന്നാണ്. ഇതിപ്പോൾ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ സെല്ലുകളും കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ബാലൻസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് ഇട്ടേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന സെല്ലുകൾ. അതെ അതെ. ഇപ്പോൾ ഇത്രത്തോളം മാറിയതാണ്. BMS എല്ലാം മാറിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഏതിൻ്റെ ബാറ്ററിയാണ് കേട്ടോ? ഇത് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ. നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെയും ഇൻവെർട്ടർ ബാറ്ററികളും അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അഡീഷണൽ ആയിട്ട്?
പിന്നെ നമ്മൾ മഹീന്ദ്രയുടെ ഓട്ടോറിക്ഷയുടെ ബാറ്ററി നമ്മൾ ചെയ്യുന്നുണ്ട്, ഓലയുടെ ബാറ്ററി ചെയ്യുന്നുണ്ട്. മഹീന്ദ്ര ഓട്ടോറിക്ഷയുടെ ബാറ്ററി ചെയ്യുന്നുണ്ട്. ഇതൊരു മഹീന്ദ്രയുടെ ഓട്ടോയുടെ ബാറ്ററിയാണ്. മഹീന്ദ്ര ഓട്ടോയുടെ ബാറ്ററി ഇത് 1 കിലോമീറ്റർ കുറച്ചായിട്ട് വന്നതാണ്. ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ട് കൊണ്ടുപോയിട്ടില്ല, സെല്ലെല്ലാം മാറ്റി. ഇത് നമ്മുടെ ഇൻബിൽറ്റ് ഇൻവെർട്ടറും ബാറ്ററിയും കൂടി ഇൻബിൽറ്റ് വരുന്ന ടൈപ്പ് ഒരു ഇൻവെർട്ടറാണ്. ഇത് നമുക്കൊരു 800 ലോഡ് ചെയ്യാം. ഫുള്ള് 800 ലോഡ് ചെയ്യാൻ പറ്റും. ഒരു 90-ന്റെ ബാറ്ററിയാണ് ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ബാറ്ററിയും ഇൻവെർട്ടറും കൂടി ഒരുമിച്ച് വരുന്നത്. അതെ, നമ്മളിവിടെ ചെയ്യുന്നുണ്ടല്ലേ? എങ്ങനെ ചെയ്യുന്നുണ്ട്. എത്രയാണ് അതിന്റെ പ്രൈസ് വരുമ്പോൾ? ഇത് നമുക്ക് 25,000 രൂപ റേറ്റ് വരുന്നത്. 25,000 രൂപയാണ്. എത്ര സമയം നമുക്ക് ബാക്കപ്പ് കിട്ടും ചേട്ടാ ഇതിൽ? ബാക്കപ്പ് നമുക്ക് ഒരു 400 ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 മണിക്കൂർ. 4 മണിക്കൂർ? അതെ. 800 ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിന് താഴെയായിട്ട് അത് കിട്ടും. നമുക്ക് ഏതെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റും അറ്റ് എ ടൈം? നമുക്കിപ്പോൾ സുജാതയുടെ മിക്സിയൊക്കെ ഇതിനകത്ത് ഓടും. മിക്സിയൊക്കെ ഓടും അത്യാവശ്യം. വാറണ്ടി 5 വർഷം ബാറ്ററിക്കും 3 വർഷം ഇൻവെർട്ടറിനും. 5 വർഷം ബാറ്ററിക്കും 3 വർഷം ഇൻവെർട്ടറിനും വാറണ്ടി ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ബാറ്ററികൾ 48-ന്റെ ബാറ്ററി ആണെങ്കിൽ നമ്മൾ സർവീസ് ചാർജ് വരുന്നത് 5,000 രൂപയാണ്. അത് എന്തൊക്കെ മാറി എന്നുള്ളതല്ല, നമ്മുടെ പാക്കേജ് ആയിട്ടാണ്, അതും വാറണ്ടിയോട് കൂടി. ഇനി അത് പറഞ്ഞ മൈലേജ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫണ്ട് റീഫണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ ലെസ് ചെയ്തിട്ട് പുതിയ ബാറ്ററി നമ്മളെ തന്നെ എടുക്കണമെന്നില്ല, ഫണ്ട് റീഫണ്ട് ചെയ്ത് തരും. 72 ആണെങ്കിൽ 8,000 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതും വാറണ്ടിയോട് കൂടി തന്നെ. മൈലേജ് ഇട്ടില്ലെങ്കിൽ ആ ഫണ്ട് റീഫണ്ടാണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ എവിടെ നിന്നായാലും കൊറിയർ സർവീസ്, പാർസൽസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇനി പുതിയ ബാറ്ററിക്ക് ആണെങ്കിലും എവിടെയും കിട്ടാത്ത വിലയ്ക്ക് നമുക്ക് തരാൻ പറ്റും. അതും വാറണ്ടിയോടുകൂടി 3 വർഷം. മെയിൻ്റനൻസിൻ്റെ ഒരു ബാറ്ററി നിങ്ങൾ അയച്ചാൽ തന്നെ ഒരു 4 ഡേയ്സിൽ തിരിച്ച് ഞങ്ങൾ അയച്ചു തന്നിരിക്കും. ശരി. അതിപ്പോൾ മേജർ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വിളിച്ച് പറയാമല്ലോ. അത് മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അതായത് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും. അതായത് ചില കസ്റ്റമേഴ്സ് സർവീസ് ചെയ്ത് ആവശ്യമായ ബാറ്ററികൾ കൊടുത്തു വിടും. ചിലപ്പോൾ അത് മേ ബി നമുക്ക് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. അത് അപ്പോഴും തന്നെ വിളിച്ച് പറയും. മൈലേജ് കുറച്ച് ഷോർട്ട് ആയാലും ചെയ്ത് കൊടുക്കും. ഡെഡായ ബാറ്ററി എന്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഡെഡായ ബാറ്ററികളായിരുന്നാൽ പോലും നമ്മൾ ചെയ്ത് കൊടുക്കും. അതാണ് നമ്മൾ പ്രത്യേകത. കിലോമീറ്റർ കുറച്ച് കുറഞ്ഞാലും ചെയ്ത് കൊടുക്കും. അതായത് അത് കോൺഫിഡൻസ് ആണ്, നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ട്. അതിലൊരു പോയിന്റ് ഉണ്ട്. വീഡിയോസ് ഒന്നും ഉണ്ട്, അപ്പോൾ ഒരുപാട് കോൾസ് വരും, അപ്പോൾ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. നിങ്ങൾ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. അതിന് എത്ര വൈകിയാലും റീപ്ലൈ തരും. എത്ര വൈകിയായിരുന്നാലും നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ?